ഹായ് ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മളിന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ എന്നാലും എടുത്തേ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കുറേ ഡിലേ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റാണ്ട് എങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞു കേട്ടോ, സംഭവം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കാനുണ്ട്. ഇനി അമ്മ രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടു വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മ തച്ചമ്പാറയ്ക്ക് പോയിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. മാവേലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്താ പാടെന്ന് അറിയില്ല, എത്തിയിട്ടില്ല കേട്ടോ. കുഞ്ഞാറ്റ അതാ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ കുഞ്ഞാറ്റെ? ആ, അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, വേഗം അത് കഴുകി വെച്ച് ചോറൊക്കെ ഒന്ന് വാർത്ത് വെക്കണം. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും? ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയില്ലേ? ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കനാല് വെള്ളമൊക്കെ വിട്ടുകൊണ്ട് തണുപ്പ്, രാത്രി കുറച്ച് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പോയി അലക്കിയിട്ടു. എല്ലാം മുഴുവനൊന്നും അലക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് അലക്കിയിട്ടുള്ളൂ. നമ്മൾ കുറച്ച് അലക്കും, പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇവിടെ കൊണ്ട് പോകണം ഞാൻ അങ്ങോട്ട് അലക്ക് കല്ലിൻ്റെ അവിടേക്ക്. പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ചോറ് വെന്തോ നോക്കാം. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും, പിന്നെ പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അയ്യോ കുഞ്ഞാറ്റേ, അത് തോണ്ടല്ലേ, സ്പൂൺ കൊണ്ടായിട്ടാട്ടോ. നമ്മൾ അവിടെ തേച്ചിട്ടൊന്നുമില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സിമെന്റ് ഒക്കെ ഇങ്ങനെ കോരി അവള് കുത്തി പൊളിച്ച് കോരി ഇടുക. വേണ്ട കുഞ്ഞാറ്റേ, ഈ എന്താ ഇങ്ങനെ വീട് അടിക്കണേ? ആ, തലേക്കട പൊട്ടി വീഴട്ടെ കേട്ടോ. തലേക്കട പൊട്ടിയാണ് വീഴും, പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. കുഞ്ഞാന്ന് കുഞ്ഞാവ ഭയങ്കര ബഹളായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അനിയത്തിനോടെ പോയപ്പോഴേ ഇവളും തന്നെ കുഞ്ഞാറ്റയും തന്നെ വരുന്ന വഴിക്ക് കുഞ്ഞാവയെ കാണണോ, കുഞ്ഞാവടത്തേക്ക് തന്നെ പോണോ പറഞ്ഞിട്ട് വാശി പിടിക്കാം. നോക്കുമ്പോൾ ഇന്നലെ വാശി പിടിക്കുക അതേപോലെ. ഇവിടെ ഇന്നലെ ഏട്ട ഉത്സവത്തിന് കൊണ്ടുപോയിട്ട് അവരവിടുത്തെ കാവത്താക്ക് ഉത്സവത്തിന് പോയിട്ടേ, അപ്പോൾ ഒരേ വാശി അത്രേ. അത് പിന്നെ അവിടെ എവിടെ നിൽക്കാൻ സമ്മതിക്കാണ്ട് കുഞ്ഞാവടത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ ഒരു 6-7 മണിയാകുമ്പോഴത്തേനും 6:30 കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ വീട്ടിലെത്തി. ഏട്ടന് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിടാന്ന് വിചാരിച്ചിട്ടാട്ടോ കൊണ്ടുപോയത്. ഉച്ചയ്ക്കാണ് കൊണ്ടുപോയത് തന്നെ. ഇവളുണ്ടോ സമ്മതിക്കുന്നു. പാത്രങ്ങൾ ഞാൻ വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ, വേണം ചോറ് വാർക്കാൻ. പിന്നെ കറി ഇന്നലെ വെച്ച കുറച്ച് ചിക്കൻ കറിയുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മതി ഇന്ന് പറഞ്ഞിട്ടാണ്. വെയിലും കൂടെ ആയ എവിടെയാണെങ്കിൽ കേട്ടോ ഒരു പണി എടുക്കലും നടക്കില്ല. നമുക്ക് ഒരു ക്ഷീണവും വലച്ചലും ഒക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. എൻ്റെ കുട്ടിയെ ചൂട് എന്ന് പറയുക. എന്തിന്ന് കുഞ്ഞാറ്റ ചിലപ്പോ എന്റെ കുട്ടീന്ന് നമ്മളോട് ചോദിക്കവള്. നോക്ക് വേണ്ട കുഞ്ഞാറ്റേ, എന്തെങ്ങനെ? അതാ ബോബോള് വരുന്നുണ്ട് കേട്ടോ. ബോബോള് വരട്ടെ. ആ വന്ന പിങ്കി ഇതവള് പറഞ്ഞ കേൾക്കണില്ല പിങ്കി. ആ ആ ആ ആയിക്കോട്ടെ. അതാ പിങ്കി ഓ എന്നൊക്കെ പറയുന്നു. കുടിവെള്ളത്തിന് കുറച്ച് വെള്ളം കമ്മി. അയ്യോ, ഈ ചോറുണ്ടായിരുന്നു അതിൽ, രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇനി കുടിവെള്ളത്തിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ. അത് ചൂടായി വരട്ടെ. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടാകും, അത് തിളപ്പിച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് തിളപ്പിച്ച് ഊറ്റണം. അതൊക്കെ ഇട്ട് അടുത്ത പണികൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്താലേ. കുഞ്ഞാറ്റ അതാ നീ അവിടെ പോയി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാണാവോ? കുഞ്ഞാറ്റ വീഴരുത് കേട്ടോ. ആ, വീഴാതെ കളിക്കണം കേട്ടോ. ആ, അവള് തന്നെ നടക്കുമ്പോൾ തന്നെ വീഴട്ടോ കുഞ്ഞാറ്റ. എനിക്കറിയില്ലേ കുട്ടി എന്താണെന്നറിയില്ല, ശ്രദ്ധേ ഇല്ല കേട്ടോ.
തന്നെ നടക്കുമ്പോഴൊക്കെ വീഴും അവള്. ഇന്നലെ കൊണ്ടുവന്ന സ്ട്രോബെറി കേട്ടോ. നോക്കുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ അളിഞ്ഞ പോലെ കേട്ടോ. ഞങ്ങളെല്ലാവരും കേട്ടോ ഫസ്റ്റ് ടൈം കഴിക്കും. ഞാൻ ഇതുവരെ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പുളി ഒക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ കുഴപ്പമില്ല, പക്ഷെ ചെറിയൊരു പുളി. നല്ല ഒരു ഡപ്പ മേടിച്ചതാട്ടോ. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എത്ര 50 രൂപയും അങ്ങാണ്ടാ തോന്നുന്നു. അത്ര നല്ല നമ്മൾ ഫ്രഷ് അല്ല, എന്നാൽ കൂടി കഴിക്കാട്ടോ. അത് കഴുകട്ടെ. കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തിട്ട് കുഞ്ഞാറ്റ ഒരെണ്ണം പോലും കഴിച്ചു നോക്കിയിട്ടില്ല. അത് കഴിച്ചേ ഇല്ല കേട്ടോ. നമ്മുടെ മൾബറി പഴം കണ്ടില്ലേ, മൾബറി, അതിൻ്റെയൊക്കെ ഒരു വേറൊരു വേർഷൻ. അതേ ഒരു ഏകദേശം അതേ ടേസ്റ്റ് കിട്ടോ. പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു 2-3 സെക്കൻഡ് വാഴട്ടിയതാകുമ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നത്. എൻ്റെ മാത്രം ഫീലാന്നറിയില്ല കേട്ടോ. കുഴപ്പമില്ല. വെറുതെ കേടിയെത്തി കളയുന്നേക്കാളും ഭേദമല്ലേ. ആരും കഴിച്ചില്ല. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുഞ്ഞാറ്റയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ചോറൊക്കെ വാർത്ത് വെച്ചു. ഇനിയിപ്പോൾ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവസ്ഥയാണ് ഇത്. രാവിലെ ഒരു വീതം പിടിച്ച് മുടിയൊക്കെ ചീവി പേനൊക്കെ ചീന്തി എടുത്തു കേട്ടോ. പേൻ ചീവാനൊന്നും അയക്കില്ല. എത്ര പേൻ കിട്ടി? ഇവിടൊക്കെ അനിവരോട് പറ, എത്ര പേൻ കിട്ടി പറ. ഇവിടെ വന്ന് പറയും. എത്ര പേരാ? 2 പേനോ? 2 അല്ല 5 പേന്. 1 അല്ല 5 പേന്. 1 അല്ല 5. എങ്ങനെ? ചുന്ദരിയത് ചുന്ദരിന്ന് നമ്മുടെ പൊന്നാണി, നമ്മുടെ പൊന്നാണി, ഇത് നമ്മുടെ പൊന്നാണി, അച്ചട ചുണ്ടാണി. സ്നേഹം കൂടിയ പണി കിട്ടും കേട്ടോ നമ്മളോട്. അതാണ് പ്രശ്നം. ഇതാ വെയിലില്ലേ. ഞാൻ പഞ്ചാര എടുത്തിട്ട് പറ്റുക അത് ഇതിലിടാൻ. പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നതാട്ടോ അമ്മ. നോക്കുമ്പോൾ കുഞ്ഞാറ്റ അത് കോലുമിഠായി കൊണ്ടുവന്നതാണ്. അതിൻ്റെ മുരട്ടുകൊണ്ട് കുത്തിയിട്ട് കുത്തി പൊട്ടിച്ചു. അയ്യോ അമ്മ, അത് ഞാൻ തിളപ്പിച്ചു വിട്ടണം വിചാരിച്ചാട്ടോ, മറന്നു പോയി അത്. ഞാൻ അതിനത് ഈ പാത്രത്തിൽ കാഴ്ചക്ക് ഞാൻ വെച്ചത്. നല്ല ചോറാണ് പറഞ്ഞു. ഞാൻ ഈ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ചോറ് അല്ല അരി ഇട്ടുള്ളൂ. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്ത് എന്താണ് തിളപ്പിച്ച് ഊറ്റണം എന്നൊക്കെ വിചാരിച്ചു. ഞാനത് മറന്നു പോയിട്ടോ. ഞാൻ പിന്നെ അലക്കാനും ഒക്കെ പോയി. പിന്നെ ചവിട്ടി തുണികൾ അലക്കിയിടാനും. ഇപ്പം എങ്ങനെ ഇത് കെട്ടിയിരിക്കണത്? അത് അരി കെട്ടിട്ടാണ് പറഞ്ഞത്. ഇത് വണ്ടമയ്ക്ക് കെട്ടിയിട്ട കേട്ടോ.
അവളോട് നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞു. പഞ്ചസാര പുതിയൊരു കുട്ടിക്ക് ഇതാണ്. ലൈറ്റുകളല്ല നമ്മളെ മോടി വെച്ചിരിക്കണത്. കുഞ്ഞാറ്റേ ഇങ്ങോട്ട് വാ. മാവേലി ഇടയ്ക്ക് പിന്നെ മാസം പോയ പിന്നെ നമുക്ക് അത്ര ഇതുണ്ടാവില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ മാസം കുറച്ച് കിറ്റ് കിട്ടി പഞ്ചായത്തിൽ നിന്ന്, അതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂല മാ. മേശ വെച്ചോണ്ട് ഇവിടെ സ്ഥലമല്ല. അടിച്ചു വരുമ്പോഴേ അത് ഇങ്ങോട്ട് വെച്ചിട്ടിപ്പോഴേ ഞാൻ ഹാളിക്ക് തന്നെ ഇടണം. എന്നിട്ട് 1 കിലോനല്ലേ അമ്മ പഞ്ചസാര? 1 കിലോ കിട്ടുള്ളൂ. ഇങ്ങനെ കുഞ്ഞാറ്റ എന്താ കാട്ടണേ? ഇപ്പൊ അതാ ചൂരെടുത്തുകൊണ്ട് ഇനി പഠിച്ചു ഭാര്യ. എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് കഞ്ഞിയും പോവേണ്ടി അതോ ചോറ വേണ്ട? കഞ്ഞി എടുത്താൽ മതി, ചോറ് അവിടെ തിന്നില്ല. ഓ കുറെ ഉറക്കി കിടത്താനൊക്കെ നോക്കി, എന്നിട്ട് ഉറങ്ങണു. അങ്ങനെ അത് കഴിഞ്ഞ അമ്മ വെയിലത്ത് ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. രാവിലെ പൊറാട്ട ഇട്ടൊന്ന് കഴിച്ചത്. അപ്പോൾ ഒന്ന് അത് വെള്ളം കുടിച്ച് ഞങ്ങളൊരു പരിവായി. ഞാൻ ചായപ്പൊടിയും കൂടി ഒഴിച്ച് വെക്കണല്ലോ. ഈ കാപ്പിപ്പൊടി ഇട്ടേക്കണേൽ വെക്കാം അല്ലേ? ഇവിടെ ഒന്ന് അത് പറ്റില്ല. ഇതില് കാപ്പിപ്പൊടി തന്നെ ഇട്ടേക്കാൻ പറ്റുള്ളൂ. കഴുകി കഴിഞ്ഞില്ല ഇത് അതിൽ കൊണ്ട് മെഴുക്കായിട്ടേ. ഉച്ച തിരിഞ്ഞിട്ടേ ഞങ്ങൾ കുറച്ച് വിറക് വെട്ടിക്കൊണ്ടുവരാലോ വെച്ചിട്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ. ഞാനും കുഞ്ഞാറ്റ അമ്മേനെ തിരഞ്ഞു പോവുക. അല്ല കുഞ്ഞാറ്റ അമ്മമ്മയെ തിരഞ്ഞു പോവല്ലേ നമ്മൾ? വാ. ഏത്? ഞാൻ എടുക്കൊന്നുമില്ല, തരികല്ലോ. തരിക ഉണ്ടെങ്കിൽ എടുക്കാമായിരുന്നു.